നിയമസഭയിൽ മോൻസൺ മാവുങ്കൽ വിഷയവുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾക്ക് മുഖ്യമന്ത്രി മറുപടി പറയുകയാണ്. തത്സമയത്തിൽ അറിയില്ല സർ. ഏതായാലും ഇതുമായി ബന്ധപ്പെട്ട് നമ്മുടെ മുന്നിലുള്ള വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ അദ്ദേഹം, അതായത് മുൻ DGP അവിടെ പോയതിന് ശേഷം ഉണ്ടായ സംശയത്തെ തുടർന്ന് ഇന്റലിജൻസിനോട് കാര്യങ്ങൾ അന്വേഷിക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഇന്റലിജൻസിന് റിപ്പോർട്ട് ലഭിച്ചതിന് ശേഷം അതുമായി ബന്ധപ്പെട്ട് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിനോടും ഇത് കൂടുതൽ അന്വേഷിക്കേണ്ടതാണെന്ന് പറഞ്ഞ വിവരവും നമ്മുടെ കയ്യിലുണ്ട്. രണ്ടാമത്തെ ചോദ്യം സർ, അദ്ദേഹം പോയ കാരണങ്ങളെ സംബന്ധിച്ചല്ല, അദ്ദേഹത്തിന് ഇന്റലിജൻസ് മേധാവിയുടെ തന്നെ റിപ്പോർട്ടാണ് ലഭിക്കുന്നത്. ഇദ്ദേഹത്തെ സംബന്ധിച്ച് ഇദ്ദേഹം സംശയാലുവായ ആളാണ്, അദ്ദേഹത്തെ സംബന്ധിച്ച് അന്വേഷണം നടത്തണമെന്ന്. ആ റിപ്പോർട്ട് പോലീസ് തന്നെ ഉണ്ടാക്കിയ ഇന്റലിജൻസ് റിപ്പോർട്ട് സംസ്ഥാന പോലീസ് മേധാവിക്ക് ലഭിച്ച ശേഷവും അദ്ദേഹത്തിന്റെ വ്യാജ കരുതൽ ശേഖരത്തിന് എന്തിന് ഒരു സംരക്ഷണം കൊടുക്കാൻ കേരള പോലീസ് തീരുമാനിച്ചു എന്നുള്ളതാണ് പ്രസക്തമായ ചോദ്യം. സർ, അതുപോലെ തന്നെ ഇദ്ദേഹം ഫെബ്രുവരി 20 ആകുമ്പോഴത്തേക്ക് അങ്ങ് പറഞ്ഞ റിപ്പോർട്ട് പ്രകാരം ഇദ്ദേഹം ഡോക്ടറാണോ എന്ന കാര്യത്തിൽ പോലും സംശയമാണ്. ഒരു വ്യാജ ഡോക്ടറാണെന്ന് അറിഞ്ഞിട്ടും അദ്ദേഹം അവിടെ ചികിത്സ നടത്തുന്നു അറിഞ്ഞിട്ടും അത് കേവലം എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് അയച്ചു കൊടുത്തിട്ട് ഇത് അറിയാത്ത ആളുകളിലേക്ക് പിന്നെയും ആ ചികിത്സ നടത്താൻ അദ്ദേഹത്തിന് അവസരം ഒരുക്കി കൊടുക്കുകയല്ലേ പോലീസ് ചെയ്തത്. ഒരാൾ വ്യാജ ഡോക്ടറാണെന്ന ഇൻഫർമേഷൻ പോലീസ് തന്നെ മുന്നോട്ട് വെച്ചാൽ എത്രയും പെട്ടെന്ന് ആളെ അറസ്റ്റ് ചെയ്ത് അദ്ദേഹം നടത്തുന്ന വ്യാജ ട്രീറ്റ്മെന്റ് അവസാനിപ്പിക്കാനുള്ള നടപടികൾ പോലീസിന്റെ ഭാഗത്ത് ഉണ്ടാവേണ്ടതായിരുന്നില്ലേ? സർ, മുൻ DGP ചെയ്ത കാര്യത്തെക്കുറിച്ചാണ് നമ്മൾ പറയുന്നത്. അതിൽ കാണേണ്ടത് അദ്ദേഹം സന്ദർശിച്ച് അവിടെ കണ്ടത് പുരാവസ്തുക്കളാണ്. ആ പുരാവസ്തുക്കളുടെ കാര്യത്തിൽ കാര്യമായ സംശയമുണ്ടായി. അതിനെക്കുറിച്ച് കൂടുതൽ അന്വേഷിക്കണം എന്നതാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറിനോട് ആവശ്യപ്പെട്ടുള്ളത്. അതിൻ്റെ ഭാഗമായിട്ടുള്ള മറ്റ് സാമ്പത്തിക ക്രമക്കേടുകളുടെ പ്രശ്നവും അദ്ദേഹത്തിന് സംശയമായി തോന്നിയിട്ടുണ്ടാകാം. ഏതായാലും ആ അന്വേഷണത്തിലേക്ക് ഇവിടുത്തെ പോലീസിന് പോകാൻ കഴിയില്ല എന്നുള്ളതുകൊണ്ടാണ് അത്തരം അന്വേഷണം കേന്ദ്ര ഏജൻസി നടത്തണമെന്ന് പറയുന്ന സ്ഥിതി ഉണ്ടായിട്ടുള്ളത്. ശ്രീ എം വിൻസെന്റ്. സർ, ഇന്റലിജൻസിന്റെ റിപ്പോർട്ട് ലഭിച്ചതിനെ തുടർന്ന് എൻഫോഴ്സ്മെന്റ് ഡയറക്ടർക്ക് അന്വേഷണത്തിനായി കത്തയച്ചു എന്ന് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഇവിടെ പറഞ്ഞു. സർ, ആ കത്ത് EDക്ക് നൽകിയ ആ കത്തിൽ തന്നെ സംസ്ഥാനത്തെ ഉന്നതരായ പോലീസ് ഉദ്യോഗസ്ഥർക്ക് ഇദ്ദേഹവുമായി വഴിവിട്ട ബന്ധമുണ്ട് എന്നുള്ള പരാമർശമുണ്ട് എന്നും, എന്നാൽ ആ പരാമർശം കണ്ടെത്തിയ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ഒരു പോലീസ് മേധാവിക്കുമെതിരെ ഒരു അന്വേഷണവും നടത്താത്തത് എന്തുകൊണ്ടാണ് എന്ന് വ്യക്തമാക്കാം. സർ, ഇവിടെ ഈ കേസുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണം ഗൗരവമായി നടന്നുകൊണ്ടിരിക്കുകയാണ്. ഒരു സ്പെഷ്യൽ ടീമിനെ വെച്ചുകൊണ്ട് തന്നെയാണ് അന്വേഷണം നടക്കുന്നത്. ആ അന്വേഷണത്തിൽ എന്തെങ്കിലും ആക്ഷേപകരമായ ഒരു കാര്യവും ഇതേവരെ ആരും ഉന്നയിച്ചിട്ടുമില്ല. അപ്പോൾ ഗൗരവമായ അന്വേഷണം തന്നെയാണ് നടക്കുന്നതെന്നർത്ഥം. അതിൻ്റെ അടിസ്ഥാനത്തിൽ എവിടെയൊക്കെ എത്തണോ അവിടെയൊക്കെ എത്തട്ടെ. നമ്മൾ ആദ്യമേ തന്നെ ആ കാര്യത്തിൽ വിധി പുറപ്പെടുവിക്കാൻ നിൽക്കണ്ട. ശ്രീ CR മഹേഷ്. സർ, കുക്കൂൺ എന്ന സൈബർ സെക്യൂരിറ്റി സംബന്ധിച്ച് അതീവ ഗൗരവ സ്വഭാവമുള്ള കോൺഫറൻസിൽ മോൻസനെ പോലീസ് മേധാവിക്ക് പരിചയപ്പെടുത്തിയവർ അടക്കമുള്ളവർ പങ്കെടുത്തത് എന്തടിസ്ഥാനത്തിലാണെന്ന് ഒന്ന് വിശദമാക്കാം. അത് വ്യക്തമായില്ല. ആദ്യം പറഞ്ഞത് വ്യക്തമായില്ല. ചോദ്യം ഒന്ന് ആവർത്തിക്കാമോ? സാധാരണഗതിയിലുള്ള IT വിദഗ്ധന്മാർ പങ്കെടുക്കുന്നൊരു സമ്മേളനമായിരുന്നു. അതിൽ ഈ പറയുന്ന ഈ മോൺസൺ പങ്കെടുത്തതായിട്ട് രജിസ്റ്ററിലൊന്നും കാണുന്നില്ല എന്നാണ് അവർ വ്യക്തമാക്കുന്നത്. ശ്രീ സജീവ് ജോസഫ്. സർ, DGPക്ക് മോൺസന്റെ തട്ടിപ്പിനെ കുറിച്ച് 2019 തന്നെ കൃത്യമായ വിവരം ലഭിച്ചു എന്നാണ് മനസ്സിലാക്കുന്നത്. സർ, ഈ വിവരം ജനങ്ങളെ അറിയിച്ചുകൊണ്ട് കൂടുതൽ ജനങ്ങളെ ഇവരിൽ നിന്നും സംരക്ഷിക്കാനുള്ള ഉത്തരവാദിത്വം, കടമ പോലീസിനില്ലായിരുന്നോ? അപ്പോൾ അത്തരത്തിൽ കൃത്യവിലോപം കാണിച്ച, ഗുരുതരമായ വീഴ്ച കാണിച്ച ഉദ്യോഗസ്ഥർക്കെതിരെ ഇത്രയും പ്രഥമദൃഷ്ട്യാ കുറ്റക്കാരാണെന്ന് കണ്ടെത്തിയിട്ടുള്ള സാഹചര്യത്തിൽ എന്തെങ്കിലും നടപടി സ്വീകരിക്കുന്നുണ്ടോ? സർ, ഇവിടെ 2019 പഴയ പോലീസ് മേധാവി ഇന്റലിജൻസിനോട് ആവശ്യപ്പെടുന്നത് അന്വേഷിക്കാൻ. അതിൻ്റെ റിപ്പോർട്ട് ലഭിച്ചതിന് ശേഷമാണ് 2020 ഫെബ്രുവരിയിൽ അദ്ദേഹം എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് കത്ത് നൽകുന്നത്. ശ്രീ CH കുഞ്ഞമ്പു. സർ, ഈ മോൻസന്റെ പുരാവസ്തു തട്ടിപ്പുമായിട്ട്
ചില പ്രമുഖ രാഷ്ട്രീയ പാർട്ടി നേതാക്കന്മാർക്ക് പങ്കുള്ളതായി പത്രവാർത്തകളിലും വന്നിട്ടുണ്ട്. ഇപ്പോൾ നടക്കുന്ന ഈ അന്വേഷണത്തിൽ ഇത്തരം നേതാക്കന്മാരുടെ അവിടുത്തെ ചികിത്സയും അതുപോലെ തന്നെ ഇടനിലക്കാരനായി പണമടക്കം കൈമാറിയ കാര്യങ്ങളെല്ലാം അന്വേഷണത്തിന്റെ പരിധിയിൽ വരുന്നുണ്ടോ? ഇതാണ് എൻ്റെ ചോദ്യം. സർ, തട്ടിപ്പിന് വിധേയരായവരാണെങ്കിൽ അവരെക്കുറിച്ച് പ്രത്യേകമായ അന്വേഷണത്തിൻ്റെ കാര്യം വരുന്നില്ല. കാരണം അവർ പരാതി വന്നാലേ അന്വേഷിക്കേണ്ടതായിട്ടുള്ളൂ. എന്നാൽ ഇദ്ദേഹം നടത്തിയ തട്ടിപ്പിന് ആരെങ്കിലും കൂട്ടുനിന്നിട്ടുണ്ടെങ്കിൽ അത് ഈ അന്വേഷണത്തിൻ്റെ ഭാഗമായിട്ട് ഗൗരവമായിട്ട് തന്നെ പരിഗണിക്കപ്പെടും. ശ്രീ സനീഷ് കുമാർ ജോസഫ്. ശബരിമല ക്ഷേത്രത്തിലെ ആചാര നിർവഹണത്തിനുള്ള അവകാശം സംബന്ധിച്ച് വ്യാജമായി ചെമ്പോല നിർമ്മിക്കുകയും വ്യാജ പ്രചരണം നടത്തുകയും ചെയ്തവർക്കെതിരെ സമൂഹത്തിൽ ബോധപൂർവം മതവികാരം വളർത്തുവാനും സ്പർദ്ധ ഉണ്ടാക്കാനും ശ്രമം നടത്തിയതിന്റെ പേരിൽ കേസെടുക്കുമോ? സർ, അതുമായി ബന്ധപ്പെട്ട് ഈ അന്വേഷണത്തിൻ്റെ അവസാനം കാര്യങ്ങൾ ഏതായാലും വ്യക്തമാവുമല്ലോ. അപ്പോൾ അക്കാര്യത്തിൽ ശക്തമായ നടപടി തന്നെ സ്വീകരിക്കുന്നതായിരിക്കും. ശ്രീ പി പി ചിത്തരഞ്ജൻ. സാർ, ഈ വിവാദത്തിലുള്ള ഈ വ്യാജ ഡോക്ടറുമായി ഏറ്റവും അധികം ബന്ധപ്പെട്ട് ഉയർന്നു കേൾക്കുന്നത് ഒരു പ്രമുഖ രാഷ്ട്രീയ പാർട്ടിയുടെ പ്രമുഖനായ നേതാവാണ്. അദ്ദേഹത്തെ ഈ വ്യാജ ചികിത്സയ്ക്ക് വിധേയരാക്കിയിരിക്കുന്നു എന്നതിനെ സംബന്ധിച്ച് അദ്ദേഹം ഇപ്പോൾ ഏതെങ്കിലും പരാതിയോ അല്ലെങ്കിൽ മറ്റാരെങ്കിലും ഈ വ്യാജ ചികിത്സയുമായി ബന്ധപ്പെട്ട് പരാതിയോ പോലീസിന് നൽകിയിട്ടുണ്ടോ എന്നറിയാക്കും. സർ, ഇതിൽ ചില സൂചനകളാണ്. ആ സൂചനകൾ പറയുന്ന തരത്തിലുള്ള ഒരു പരാതി പോലീസിന് ലഭിച്ചതായിട്ടുള്ള സൂചനകളൊന്നും എനിക്കില്ല. ശ്രീ എൻ എ നെല്ലിക്കുന്ന്. സർ, ചേർത്തല മാവുങ്കൽ മോൺസൺ അറിയപ്പെട്ടിരുന്നത് ഡോക്ടർ മോൺസൺ മാവുങ്കൽ എന്ന പേരിലായിരുന്നു. ഡിഗ്രി പാസ്സായിട്ട് പോലുമില്ലാത്ത ഇയാൾ എങ്ങനെയാണ് ഡോക്ടറായത് എന്നതിനെക്കുറിച്ച് അന്വേഷിക്കേണ്ടതുണ്ട്. സർ, എൻ്റെ ചോദ്യം, ഈ പ്രവാസി മലയാളി ഫൗണ്ടേഷൻ രക്ഷാധികാരി, വേൾഡ് പീസ് കൗൺസിൽ മെമ്പർ, ഹ്യൂമൻ റൈറ്റ്സ് പ്രൊട്ടക്ഷൻ കൗൺസിൽ തുടങ്ങിയവയുടെ ഭാരവാഹിയാണ് എന്ന് കാണിച്ചിട്ടുള്ള ബോർഡുകൾ മോൺസന്റെ വീടിന് മുമ്പിൽ പ്രദർശിപ്പിച്ചിട്ടുണ്ട്. സർ, ഇത് നമുക്കൊരു ചൂണ്ടുപലകയാണ്. ഇതൊരു നിമിത്തമായിരിക്കാം. നമ്മുടെ നാട്ടിൽ ഇതുപോലെയുള്ള പല വ്യക്തികളുണ്ട്. അവർ ഒരുപാട് സംഘടനകളുടെ നേതാക്കന്മാരാണ്, ഭാരവാഹികളാണ്. അവരുടെ ജോലി എന്ന് പറയുന്നത് സർ ബ്ലാക്ക് മെയിലിംഗ് ആണ്. സർക്കാർ ഉദ്യോഗസ്ഥന്മാരെ ബ്ലാക്ക് ചെയ്യും, ഏതെങ്കിലും പണിസ്ഥലത്ത് പോയി കരാറുകാരെ ബ്ലാക്ക് മെയിൽ ചെയ്യും. അപ്പോൾ അവ കടലാസിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന സംഘടന. ഇതിനൊരു നിയന്ത്രണം വേണ്ട. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഇത് നിയന്ത്രിക്കാൻ നടപടിയെടുക്കുമോ എന്നതാണ് എൻ്റെ ചോദ്യം. സർ, ഗൗരവമായ ഒരു വിഷയമാണ് ബഹുമാനപ്പെട്ട അംഗം ചൂണ്ടിക്കാണിച്ചത്. ചിലർ തട്ടിപ്പിന് വേണ്ടി പലതരത്തിലുള്ള മാർഗങ്ങൾ സ്വീകരിക്കാറുണ്ട്. അതിലൊന്ന് ഈ പറഞ്ഞ തരത്തിലുള്ള ചില കള്ളവിലാസങ്ങൾ ഉണ്ടാക്കലാണ്. യഥാർത്ഥത്തിൽ അതൊന്നുമല്ല അവർ. അത്തരം ആളുകൾക്കെതിരെ പരാതികൾ ലഭിക്കുക മാത്രമല്ല മറ്റു തരത്തിലുള്ള നടപടികളും സ്വീകരിക്കേണ്ടതായിട്ട് ഉണ്ട് എന്ന് തന്നെയാണ് അഭിപ്രായം. ശ്രീ കെ ഡി പ്രസേനൻ. സർ, ഈ പുരാവസ്തു എന്ന് പറഞ്ഞ് പുതിയ വസ്തു കാട്ടുന്നതിനെയാണ് വ്യാജ പുരാവസ്തു എന്ന് പറയുന്നത്. അതിന് സമാനമാണ് പഴയ ദേശീയ പാർട്ടിയുടെ പേര് പറഞ്ഞ് പുതിയ ഒരു പാർട്ടി പ്രചരണം നടത്തുന്നത്. സാർ, എൻ്റെ ചോദ്യം, വ്യാജ ദേശീയ പാരമ്പര്യ പാർട്ടിയുടെ മുഖംമുനക്കാൻ എന്ന പേരിൽ പ്രസ്തുത പാർട്ടിയുടെ കേരള നേതാവിൻ്റെ മുഖംമുനക്കാം എന്ന് പറഞ്ഞ് തട്ടിപ്പ് നടത്തിയ ചേർത്തലക്കാരനെതിരെ ഒരു പൊതുതാൽപര്യം മുൻനിർത്തിക്കൊണ്ട് ഇതൊരു പാർട്ടി ഈ തെറ്റായ സന്ദേശം സമൂഹത്തിൽ ഉണ്ടാക്കും എന്നുള്ളതുകൊണ്ട് പൊതുതാൽപര്യാർത്ഥം ഒരു കേസെടുക്കാൻ വല്ല സാധ്യതയുമുണ്ടോ എന്നാണ് ചോദ്യം. സർ, ഇവിടെ അദ്ദേഹവുമായിട്ട് ബന്ധപ്പെട്ട പലരുണ്ട്. ആ ബന്ധപ്പെടുന്നതിന് ഇടയാക്കിയ സാഹചര്യം എന്താണെന്ന് പ്രത്യേകം അന്വേഷിക്കേണ്ടതായിട്ടുണ്ട്. ഇവിടെ ബന്ധപ്പെടാനിടയായ കാര്യമല്ല, അദ്ദേഹം നടത്തിയ തട്ടിപ്പുകളുണ്ട്. ആ തട്ടിപ്പുകൾക്ക് ആരെങ്കിലും കൂട്ടുനിന്നിട്ടുണ്ടെങ്കിൽ അതാരായാലും അക്കാര്യത്തിൽ കർശനമായ നിലപാട് തന്നെയാണ് ഈ അന്വേഷണത്തിന്റെ ഭാഗമായിട്ടുണ്ടാവും. ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ്. സർ, ഈ തട്ടിപ്പുമായി ബന്ധപ്പെട്ട വിശദമായ ചർച്ച അടിയന്തര പ്രമേയത്തിലും ഇപ്പോൾ ചോദ്യോത്തര വേളയിലും നടക്കുകയാണ്. ആവർത്തിച്ച് ചില ചോദ്യങ്ങൾ വരികയാണ്. അതുകൊണ്ട് മാത്രമാണ് ഈ ചോദ്യം ചോദിക്കുന്നത്. ഈ ശബരിമലയിലെ ചരിത്രത്തെക്കുറിച്ചും അതിൻ്റെ പാരമ്പര്യത്തെക്കുറിച്ചും 351 വർഷം പഴക്കമുള്ള ഒരു പുരാവസ്തു രേഖ ഇദ്ദേഹത്തിൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നു. അത് ആ രേഖ വളരെ പ്രധാനപ്പെട്ടൊരു രേഖയാണ് എന്ന് ദേശാഭിമാനി പത്രം അത് പ്രസിദ്ധീകരിച്ചിരുന്നു. സർ, തെറ്റായ രേഖ, വ്യാജമായ ഒരു ചെമ്പോല പ്രസിദ്ധീകരിച്ചതിൻ്റെ പേരിൽ ദേശാഭിമാനി പത്രത്തിനെതിരായി നടപടിയെടുക്കാൻ തയ്യാറാവും? സർ, ഈ ചെമ്പോലയുടെ കാര്യത്തിൽ ഈ
ആചാരാനുഷ്ഠാനങ്ങളെ സംബന്ധിച്ച് തെറ്റായ രീതിയിൽ വ്യാജമായി നിർമ്മിച്ചതാണ് എന്ന് ഇതിനകം തന്നെ ഏകദേശം വ്യക്തമായി കഴിഞ്ഞിട്ടുണ്ട്. ഏതായാലും അതുമായി ബന്ധപ്പെട്ട് സർക്കാർ ഒരു ഘട്ടത്തിലും അത് ഒറിജിനലായ ഒരു ചെമ്പോലയാണ് എന്ന് ഒരു ഘട്ടത്തിലും അവകാശപ്പെട്ടിട്ടില്ല. അതുമാത്രമല്ല, ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണം നടക്കുന്നുണ്ട്. അന്വേഷണത്തിൻ്റെ ഭാഗമായി കണ്ടെത്തുന്ന കാര്യങ്ങൾ വെച്ച് ഫലപ്രദമായ നടപടികളിലേക്കും നമുക്ക് കടക്കാം. ശ്രീ വി ജോയ്. സർ, ഈ പുരാവസ്തു തട്ടിപ്പ് കേസിലെ പ്രതിയുടെ വീട്ടില് ചില രാഷ്ട്രീയ നേതാക്കൾ പോയതായിട്ടും അവിടെ വെച്ച് തുകകൾ കൈമാറിയതായിട്ടും ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടോ? ചില പരാതിക്കാർ വാർത്താ ചാനലിൽ വന്നിട്ട് പരാതി നൽകുമെന്ന് അറിയിച്ചിരുന്നു. അങ്ങനെ പരാതി നൽകിയിട്ടുണ്ടോ? ഈ പരാതികളിൽ ഒരു പരാതിയിൽ ഇത്തരമൊരു പരാമർശമുണ്ട് എന്നുള്ളത് വസ്തുതയാണ്. അതിനെക്കുറിച്ച് അന്വേഷിക്കട്ടെ. അന്വേഷണം നടന്നതിന് ശേഷം എന്താണെന്ന് കാണാം. ചോദ്യം നമ്പർ 152 ശ്രീമതി കെ രമ. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി. സർ, ABCD സംസ്ഥാനത്ത് സംഘടിത കുറ്റകൃത്യം തടയുന്നത് സംബന്ധിച്ച് നിയമനിർമ്മാണം സംബന്ധിച്ച വിഷയം പരിശോധിക്കുന്നതിനായി ചീഫ് സെക്രട്ടറി, അഡീഷണൽ ചീഫ് സെക്രട്ടറി ആഭ്യന്തരം, സെക്രട്ടറി നിയമവകുപ്പ്, മുൻ അഡീഷണൽ അഡ്വക്കേറ്റ് ജനറൽ ശ്രീ കെ രവീന്ദ്രനാഥ്, സീനിയർ ലീഗൽ കൗൺസിൽ എന്നിവരടങ്ങിയ ഒരു സമിതി രൂപീകരിച്ചിട്ടുണ്ട്. ഇത് സംബന്ധിച്ച് പുറപ്പെടുവിച്ച ഉത്തരവിൻ്റെ പകർപ്പ് അനുബന്ധമായി ചേർക്കുന്നു. റിപ്പോർട്ട് ലഭ്യമാകുന്ന മുറക്ക് മാത്രമേ തുടർ നടപടികൾ പരിശോധിക്കുകയുള്ളൂ. ശ്രീമതി കെ രമ. സംസ്ഥാനത്ത് നടന്നിട്ടുള്ള പല സംഘടിത കുറ്റകൃത്യങ്ങളിലും DGP തലം വരെയുള്ള ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർക്ക് കുറ്റവാളികളുടെയും അവിശുദ്ധ കൂട്ടുകെട്ട് കാണാൻ കഴിയുകയാണ്. സഖാവ് TP ചന്ദ്രശേഖരൻ വധക്കേസ് പ്രതികളെ സംരക്ഷിക്കുന്നതിനും ഇവർക്ക് മറ്റു കുറ്റകൃത്യങ്ങളിൽ സഹായം എത്തിക്കുന്നതിനും പോലീസ് സേനയിലെ പലരും ഉൾപ്പെട്ടിട്ടുണ്ടെന്ന് ഇവിടെ പലപ്പോഴും വ്യക്തമായതാണ്. അതുപോലെ തന്നെ സ്വർണ്ണക്കള്ളക്കടത്ത് കേസ് പ്രതികൾക്കും ഇത്തരം നിയമവിരുദ്ധ സഹായങ്ങൾ ലഭിച്ചിട്ടുണ്ട് എന്നറിയുന്നത്. അപ്പോൾ കുറ്റകൃത്യങ്ങൾ തടയുന്നതിനും അന്വേഷണം നടത്തുന്നതിനും ഒട്ടേറെ നിയമങ്ങൾ നിലവിലുണ്ടായിരിക്കെ അവ ഉപയോഗപ്പെടുത്തുന്നതിൽ സംസ്ഥാന ആഭ്യന്തര വകുപ്പിന് ഉണ്ടായിട്ടുള്ള പരാജയമാണോ ഇത്തരത്തിലൊരു ജനവിരുദ്ധ നിയമത്തിന് സർക്കാരിനെ പ്രേരിപ്പിച്ചുള്ളത് എന്നതാണോ എന്റെ ചോദ്യം. അതുപോലെ ഈ നിയമങ്ങൾ ശരിയാവണ്ണം നടപ്പാക്കുന്നു എന്ന് ഉറപ്പുവരുത്തുന്നതിനായി സർക്കാർ എന്തൊക്കെ അടിയന്തര നടപടികൾ സ്വീകരിക്കും എന്നതാണ്. സർ, ബഹുമാന്യായ അംഗം ചൂണ്ടിക്കാണിച്ച TP ചന്ദ്രശേഖരൻ വധക്കേസിന്റെ അന്വേഷണം നടന്ന സമയം അവർക്ക് തെറ്റിപ്പോയോ എന്നൊരു സംശയം. അത് അപ്പുറത്താർക്കും മറവി വരാനിടയില്ലല്ലോ. നല്ല ഫലപ്രദമായി തന്നെ അന്വേഷിക്കാൻ നടപടികൾ സ്വീകരിച്ചതാണല്ലോ. അപ്പോൾ ആ കാര്യത്തിൽ അന്നത്തെ ഗവൺമെൻറ് അവർക്ക് ആകാവുന്ന രീതിയിലൊക്കെ ആ കാര്യത്തിൽ അന്വേഷണം നടത്തി എന്നുള്ളത് തന്നെയാണ് പൊതുസമൂഹത്തിന് അറിയാവുന്ന കാര്യം. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും അന്വേഷണത്തിൽ പിഴവുകളുണ്ടായി എന്നാണോ അവരുദ്ദേശിച്ചതെന്ന് എനിക്ക് വ്യക്തമല്ല. മറ്റൊരു ഭാഗം അവർ ചൂണ്ടിക്കാണിച്ചത് നിലവിലുള്ള കുറേ നിയമങ്ങളുണ്ട്. ആ നിയമങ്ങളുടെ ഭാഗമായി കാര്യങ്ങൾ നടക്കുന്നില്ല. ആ നിയമങ്ങളുടെ ഭാഗമായുള്ള കാര്യങ്ങൾ നടപ്പാക്കുന്നതിനുള്ള ശക്തമായ നടപടികൾ സ്വീകരിക്കുമെന്നാണ്. നിയമപരമായി കാര്യങ്ങൾ നടക്കുക എന്നുള്ളതിന് തന്നെയാണ് സംസ്ഥാന സർക്കാർ മുൻതൂക്കം കൊടുക്കുന്നത്. ഏതെങ്കിലും പോലീസ് ഉദ്യോഗസ്ഥനോ ഉത്തരവാദപ്പെട്ടവരോ ഈ നിയമത്തിൽ നിന്ന് വ്യത്യസ്തമായ നടപടികൾ സ്വീകരിക്കുന്നുവെങ്കിൽ അത് തടയുന്നതിനുള്ള ഫലപ്രദമായ നടപടികൾ സർക്കാർ സ്വീകരിക്കുക തന്നെ ചെയ്യും. രണ്ടാമത്തെ ചോദ്യം. സർ, പോലീസിന്റെ അമിതാധികാര പ്രയോഗങ്ങളുടെ അതിന്റെ വാർത്തകളും അതിനെതിരെ ഇരയാക്കപ്പെടുന്ന സാധാരണ മനുഷ്യരുടെ ദയനീയമായ ജീവിതവും കേരളത്തിൽ തുടർക്കഥകളായി മാറുകയാണ്. അത് ദളിതരായ മനുഷ്യർക്കു നേരെയാണ് വലിയ തോതിലുള്ള പ്രശ്നങ്ങൾ. പോലീസ് സ്റ്റേഷൻ ഉൾപ്പെടെ പരാതി കൊടുക്കാൻ പോലും കഴിയാത്ത രൂപത്തിലേക്ക് വരികയാണ്. കഴിഞ്ഞ ദിവസം തെന്മലയിലെ രാജേഷിന്റെ കേസുമായി ബന്ധപ്പെട്ട് ഹൈക്കോടതിയുടെ പരാമർശം നാം കണ്ടതാണ്. അതുപോലത്തെ ആറ്റിങ്ങലിലെ പിങ്ക് പോലീസ് ഒരു പെൺകുട്ടിയുടെ നേരെ നടത്തിയ അക്രമത്തെക്കുറിച്ച് നമ്മൾ വാർത്തകൾ കണ്ടതാണ്. അപ്പോൾ എന്തുകൊണ്ടാണ് പോലീസിന്റെ ഭാഗത്തു നിന്നും ദളിത് സമൂഹത്തിന് നേരെ ഇത്തരത്തിലുള്ള ആക്രമണ പരമ്പരകൾ ഉണ്ടാകുന്നതെന്നും ഇത് തടയാൻ എന്ത് നിലപാടാണ് സർക്കാർ സ്വീകരിക്കുന്നത് എന്നതും ആണ് എന്റെ ചോദ്യം. സർ, പോലീസിന്റെ പൊതുമുഖം ഇതല്ല. പോലീസിന്റെ മുഖമായിട്ട് ഇപ്പോൾ വന്നിട്ടുള്ളത് ഈ ആർത്തരെയും ആലംബഹീനരെയും ഒക്കെ വലിയ തോതിൽ സഹായിക്കുന്നതാണ്. സർ, നമ്മുടെ നാടിൻ്റെ ദുരന്ത ഘട്ടങ്ങളിലൊക്കെ ഈ കോവിഡ് കാലഘട്ടത്തിലടക്കം പോലീസ് സ്വീകരിച്ചുള്ള നിലപാട്
എല്ലാവരും പ്രശംസിച്ചിട്ടുള്ളതാണ്. എന്നാൽ ഈ പറഞ്ഞ തരത്തിലുള്ള ഒറ്റപ്പെട്ട ചില സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അത് പോലീസിൻ്റെ ആകെ ഒരു മുഖമാണ് എന്ന തരത്തിൽ നാം കാണേണ്ടതായിട്ടില്ല. ആ ഒറ്റപ്പെട്ട രീതിയിൽ നടക്കുന്ന സംഭവങ്ങളെ അതീവ ഗൗരവമായിട്ട് തന്നെയാണ് കാണുന്നത്. അതിൽ ഫലപ്രദമായ നടപടികൾ എടുത്തു വരുന്നുമുണ്ട്. ശ്രീ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ. സാർ, ടി പി ചന്ദ്രശേഖരൻ കേസിൻ്റെ അന്വേഷണം ഏറെക്കുറെ കറക്റ്റായിരുന്നു എന്ന് ഭംഗ്യന്തരേണ അങ്ങ് അംഗീകരിച്ചത് ഞാൻ സ്വാഗതം ചെയ്യുകയും ഞാൻ അങ്ങേ അഭിനന്ദിക്കുകയും ചെയ്യാണ്. സാർ, എൻ്റെ പ്രധാനപ്പെട്ട ചോദ്യം, സ്ത്രീകൾക്കെതിരായിട്ടുള്ള അതിക്രമം വളരെ കൂടി വരികയാണ്. സാർ, സ്ത്രീകൾക്കെതിരായിട്ടുള്ള കുറ്റകൃത്യങ്ങൾ അന്വേഷിക്കുന്നതിന് വേണ്ടി ഇപ്പോൾ ഒരു DSPയുടെ നേതൃത്വത്തിലുള്ള സ്പെഷ്യൽ ടീമിനെ അങ്ങ് നിയോഗിച്ചിട്ടുണ്ട്. സാർ, ADGPയുടെ നേതൃത്വത്തിലുള്ള ഒരു സ്പെഷ്യൽ ടീം നേരത്തെ തന്നെ ഉണ്ടായിരുന്നു. ആ സ്പെഷ്യൽ ടീം ഒഴിവാക്കിയിട്ട് ഒരു SP-യുടെ നേതൃത്വത്തിലേക്ക് തരം താഴ്ത്തുന്നതിനുള്ള കാരണം എന്താണ്? നമ്മളുടെ നാട്ടിലെ സ്ത്രീകൾക്കെതിരായിട്ടുള്ള കുറ്റകൃത്യങ്ങൾ കുറഞ്ഞതുകൊണ്ടാണോ, അതോ ഈ കുറ്റകൃത്യങ്ങളുടെ അന്വേഷണത്തിൽ ലിമിറ്റ് ഉണ്ടാക്കുന്നതിന് വേണ്ടിയാണോ ഇങ്ങനൊരു തീരുമാനമെടുത്തത് എന്നങ്ങ് വ്യക്തമാക്കാമോ? സർ, ബഹുമാനായ അംഗത്തെ തന്നെയാണ് ഞാൻ ഉദ്ദേശിച്ചത്. TP ചന്ദ്രശേഖരൻ വധക്കേസിനെ കുറിച്ച് പറയുമ്പോൾ അത് അദ്ദേഹത്തിന് കൊണ്ടുവന്ന് തന്നെയാണ് മനസ്സിലാകുന്നത്. അതിനെക്കുറിച്ച് കൂടുതൽ ഞാൻ പോകുന്നില്ല. അങ്ങക്ക് നല്ലതുപോലെ അറിയാലോ എന്തൊക്കെയാണ് അന്ന് നടത്തിയത്. നിങ്ങളെ കൂടെ അന്നത്തെ കേന്ദ്ര ആഭ്യന്തര സഹമന്ത്രിയും കൂടി ഉണ്ടായിരുന്നല്ലോ. എന്തൊക്കെ നടന്നു എന്നുള്ളത് നമുക്കെല്ലാവർക്കും അറിയാവുന്നതാണ്. അതിരിക്കട്ടെ. സർ, അദ്ദേഹം ചോദിച്ച ചോദ്യം, നമ്മുടെ സംസ്ഥാനത്ത് സ്ത്രീകൾക്കെതിരെയുള്ള അതിക്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുമ്പോൾ അതിനകത്ത് കൂടുതൽ ശക്തമായ നടപടികളിലേക്ക് നീങ്ങേണ്ട ഒരു ഘട്ടം വന്നു. അതിന് ചില ആത്മഹത്യകൾ വരുന്നു. അത്തരമൊരു ഘട്ടത്തിൽ ആളുകൾക്ക്, യുവതികൾക്ക് പരാതിപ്പെടാനുള്ള കേന്ദ്രം അത് 1-2 കേന്ദ്രങ്ങളായിട്ട് വന്നു. അതിൽ പോലീസ് ഹെഡ്ക്വാർട്ടേഴ്സിൽ അതുമായി ബന്ധപ്പെട്ട സംവിധാനമുണ്ടായി. അതിനു പുറമെ ഈ പറഞ്ഞ രീതിയിൽ ഒരു SP-യെ, ഒരു വനിതാ SP-യെ പ്രത്യേകമായി തന്നെ ഇതിന് ചുമതലപ്പെടുന്നതിനുണ്ടായി. അതാണ് സംഭവിച്ചത്. അതിൻ്റെ ഫലമായി നല്ല ഇടപെടലുകൾ ഇപ്പോൾ നടന്നു വരുന്നുണ്ട്. ശ്രീ K. ബാബു, തൃപ്പൂണിത്തുറ. സാർ, ഈ 180 ദിവസം വിചാരണ കൂടാതെ പ്രതികളെ കരുതൽ തടവിൽ വയ്ക്കുന്ന നിയമമാണുള്ളത്. ഈ നിയമം സംബന്ധിച്ച് പത്രവാർത്ത വന്നപ്പോൾ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ ഓഫീസ് ഇങ്ങനെ ഒരു ഫയലില്ല എന്നുള്ള നിലയിൽ കുറിപ്പ് കൊടുത്തു. എന്നാൽ ഫയൽ നമ്പർ ഹോം M2149-21 ഹോം, ഓപ്പണിംഗ് ഡേറ്റ് 21/6/2022, 22/6/21, 12:33 സമയം ഓപ്പൺ ചെയ്ത്. ഈ നിയമം, ഈ ഫയല് ബഹുമാനപ്പെട്ട ചീഫ് സെക്രട്ടറി, അഡീഷണൽ ചീഫ് സെക്രട്ടറി ഹോം, അതുപോലെ ജോയിന്റ് സെക്രട്ടറി ഇവരെല്ലാം കണ്ടതായിട്ട് ഇപ്പോൾ ചില പത്രങ്ങൾ അത് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. എൻ്റെ ചോദ്യം, ഈ നിയമത്തെ സംബന്ധിച്ച് ഗവൺമെന്റ് നിലപാടെന്താണ്? അതുപോലെ തന്നെ ഇതുപോലുള്ള കരിനിയമങ്ങൾ, നിങ്ങളുടെ പാർട്ടി എതിർക്കുന്ന UAPA നിയമം, ഈ 180 ദിവസം വിചാരണ കൂടാതെ തടവിൽ വയ്ക്കുന്ന നിയമം, ഈ കാര്യം സംബന്ധിച്ച് ഗവൺമെന്റ് നിലപാടെന്താണ്? ഇങ്ങനൊരു നിയമം കേരളത്തിൽ നടപ്പാക്കില്ല എന്ന് അങ്ങ് ഉറപ്പ് നൽകുന്നു. സർ, ഇവിടെ നിയമം പാസ്സാക്കപ്പെട്ട കാര്യത്തിൽ നമുക്ക് മറ്റ് നടപടികൾ സ്വീകരിക്കുന്നതിന് വിഷമമുണ്ടാകും. ഇപ്പോൾ UAPA എന്ന് പറയുന്നത് ഇന്ന് രാജ്യത്ത് നിലനിൽക്കുന്നൊരു നിയമമാണ്. അതുമായി ബന്ധപ്പെട്ടുള്ള നടപടികൾ എങ്ങനെയെന്നുള്ളത് ആ നിയമത്തെ ആശ്രയിച്ചാണ് നിൽക്കുന്നത്. എന്നാലൊരു പുതിയ നിയമം വരുമ്പോൾ ആ പുതിയ നിയമത്തിൽ പൗരാവകാശ ധ്വംസനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഉണ്ടാകാതിരിക്കുക എന്നുള്ളത് വളരെ പ്രധാനമാണ്. അതുതന്നെയാണ് ഈ സർക്കാരിൻ്റെ നിലപാട്. അതുകൊണ്ട് തന്നെയാണ് ഇത്തരമൊരു അഭിപ്രായമായിട്ട് വന്ന ഘട്ടത്തിൽ അത് വിശദമായൊരു പരിശോധന നടക്കട്ടെ എന്ന് വെച്ചത്. ആ പരിശോധനയുടെ ഭാഗമായുള്ള റിപ്പോർട്ട് കിട്ടിയതിന് ശേഷം മാത്രമേ അതിനുള്ള സമീപനം സ്വീകരിക്കാൻ പറ്റൂ. ഏതായാലും വ്യക്തമാക്കാനുള്ള കാര്യം, ഒരാശങ്കയും വേണ്ടതില്ല. ഇവിടെ പൗരാവകാശ ധ്വംസനത്തിൻ്റെതായ ഒരു ഭാഗവും അംഗീകരിക്കുന്ന സർക്കാരല്ല ഇന്നുള്ളത്. ശ്രീ M. രാജഗോപാലൻ. ചോദ്യോത്തരവേളയിൽ മുഖ്യമന്ത്രി അംഗങ്ങളുടെ ചോദ്യങ്ങൾക്ക് ഉത്തരം പറയായിരുന്നു. മോൺസൺ മാവുങ്കൽ അടക്കമുള്ള കാര്യങ്ങളിൽ വിധി പ്രസ്താവം നേരത്തെ വേണ്ട ആവശ്യമില്ല, തട്ടിപ്പിന് കൂട്ടുനിന്നവരെയും അന്വേഷണ പരിധിയിൽ ഉൾപ്പെടുത്തുമെന്നടക്കമുള്ള കാര്യങ്ങളായിരുന്നു മുഖ്യമന്ത്രി നിയമസഭയിൽ തത്സമയ സംരക്ഷണമാണ് കണ്ടത്. കൂടുതൽ വാർത്തകൾക്ക് വരാം ഇടവേളയ്ക്ക് ശേഷം.
ഞെട്ടിച്ച ഉത്ര വധക്കേസിൽ ഇന്ന് വിധി. ഉത്രയെ പാമ്പിനെ കൊണ്ട് കടുപ്പിച്ചു കൊന്ന കേസിൽ ഭർത്താവ് സൂരജ് മാത്രമാണ് പ്രതി. ക്രൂരമായ കൊലപാതകം ചെയ്ത സൂരജിന് പരമാവധി ശിക്ഷ നൽകണമെന്നാണ് പ്രോസിക്യൂഷന്റെ ആവശ്യം. വിധി കേൾക്കാനായി പിതാവും സഹോദരനും കൊല്ലം കോടതിയിലേക്ക് യാത്ര തിരിച്ചു. കോടതിയിൽ നിന്നും നീതി ലഭിക്കുമെന്ന പ്രതീക്ഷയിലാണെന്ന് കുടുംബം പറഞ്ഞു. പരമാവധി പ്രതീക്ഷയോടെയാണ് പോകുന്നത്. അതുമാത്രമല്ല, നമ്മുടെ നിയമവാഴ്ചയെ അംഗീകരിച്ചും ബഹുമാനിച്ചും ജീവിക്കുന്ന ഒരാളാണ് ഞാൻ, എൻ്റെ കുടുംബം. അപ്പോൾ ആ ഒരു പ്രതീക്ഷയിൽ തന്നെയാണ്, കോടതിയിൽ നിന്നും ആ ഒരു നീതി ഉണ്ടാവും എന്ന പ്രതീക്ഷയിൽ തന്നെയാണ് പോകുന്നത്. വിവരങ്ങളുമായി വി വിനോദ് കൊല്ലത്ത് നിന്ന് ചേരുന്നു. വിനോദ്, എത്ര മണിയോടുകൂടി വിധി വരുമെന്നാണ് അറിയുന്നത്? നിയമവൃത്തങ്ങളിൽ നിന്ന് ഏത് രീതിയിലുള്ള ഒരു വിലയിരുത്തലുകളൊക്കെയാണ് നേരത്തെ തന്നെ ഉണ്ടാകുന്നത്? അപർണ, കൊല്ലം ജില്ലാ അഡീഷണൽ സെഷൻസ് കോടതി 6 ഇന്ന് വിധി പറയുക. 11 മണിയോടുകൂടി കോടതി ചേരും. അതിനുശേഷം ഈ കേസ് ആദ്യം എടുക്കുമെന്നാണ് നമ്മൾ അറിയുന്നത്. ഏതായിരുന്നാലും ഇന്ന് സൂരജ് കുറ്റക്കാരനാണോ അല്ലയോ എന്ന തരത്തിലുള്ള വിധിയാകും ഉണ്ടാവുക. ശിക്ഷ വിധിക്കുന്നത് മറ്റൊരു ദിവസമായിരിക്കും. ഒരുപക്ഷെ ഇന്ന് ഉച്ചയ്ക്ക് ശേഷം ശിക്ഷ വിധിക്കാനുള്ള സാധ്യതയുമുണ്ട്. ഇന്ന് ഏറ്റവും സുപ്രധാനമായ ദിവസം തന്നെയാണ്. കാരണം 1.5 വർഷത്തിനുള്ളിൽ ഈ കേസിൻ്റെ വിചാരണ നടപടികൾ പൂർത്തിയാക്കി വേഗത്തിൽ വിധി പറയുന്നു എന്നതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. കാലതാമസം ഈ കേസിൻ്റെ വിചാരണ നടപടികളിൽ ഉണ്ടായില്ല എന്നത് എടുത്തു പറയേണ്ട കാര്യം തന്നെയാണ്. മറ്റൊന്ന്, 2020 മാർച്ച് 2 ആദ്യം ഉത്രയ്ക്ക് പാമ്പ് കടിയേക്കുന്നത്. അതിനുശേഷം ചികിത്സയിൽ പോകുന്നു. മെയ് 6 രാത്രി വീണ്ടും പാമ്പ് കടി ഉണ്ടാകുന്നു. ഇതിൽ അസ്വാഭാവികത തോന്നി കുടുംബം പോലീസിനെ സമീപിക്കുകയായിരുന്നു. തുടർന്ന് നടന്ന അന്വേഷണത്തിലാണ് ഇതൊരു കൊലപാതകം എന്ന കാര്യം മനസ്സിലാക്കുന്നത്. ഈ കേസിൽ ഏറ്റവും നിർണായകമായത് ദൃക്സാക്ഷികൾ ഇതിനില്ല എന്നതാണ്. സാക്ഷിമൊഴികളും സാഹചര്യ തെളിവുകളും ശാസ്ത്രീയ തെളിവുകളുമാണുള്ളത്. ഇതിൽ പാമ്പ് പിടുത്തക്കാരൻ സുരേഷിനെ മാപ്പ് സാക്ഷിയാക്കിക്കൊണ്ടുള്ള അന്വേഷണ സംഘത്തിൻ്റെ ഇടപെടൽ, അത് ഇതിൽ ഏറ്റവും നിർണായകമായി. തൻ്റെ കയ്യിൽ നിന്ന് 2 തവണ 10,000 രൂപയ്ക്കും 15,000 രൂപയ്ക്കും അണലിപ്പാമ്പിനെയും മൂർഖൻ പാമ്പിനെയും സൂരജ് വാങ്ങി എന്നുള്ള സുരേഷിൻ്റെ മൊഴി തന്നെയാണ് ഈ കേസിൽ ഏറ്റവും പ്രധാനമായത്. മറ്റൊന്ന്, അപർണ സൂചിപ്പിച്ചതുപോലെ തന്നെ ഏറ്റവും അപൂർവങ്ങളിൽ അപൂർവമായ കേസ് എന്ന് തന്നെ നമുക്കിത് പറയാം. കാരണം പാമ്പിനെ ഉപയോഗിച്ചുള്ള ഡമ്മി പരിശോധന ഉൾപ്പെടെ ഒരുപക്ഷെ രാജ്യത്ത് തന്നെ പാമ്പിനെ കൊണ്ട് കടിപ്പിച്ച് കൊല്ലുന്ന 2ാമത്തെ കേസായാണ് ഇത് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. നേരത്തെ രാജസ്ഥാനിൽ സമാനമായ ഒരു സംഭവം ഉണ്ടായിരുന്നു. തുടർന്ന് ഈ കേസിൻ്റെ നാൾവഴി പരിശോധിച്ചാൽ തന്നെ അന്വേഷണ സംഘത്തിൻ്റെ ഇടപെടലുകൾ വളരെ ഫലപ്രദമായിരുന്നു. ശാസ്ത്രീയമായ തെളിവുകൾ സമാഹരിക്കുന്നതിൽ വിജയിച്ചു. യൂട്യൂബിൻ്റെ അടിസ്ഥാനത്തിലാണ്, ആ ദൃശ്യങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഈ കൊലപാതകം ആസൂത്രണം ചെയ്തത്. കൊലയ്ക്ക് മുമ്പ് 15 തവണ പാമ്പുകളെ കൊണ്ട് മനുഷ്യനെ കടുപ്പിക്കുന്നത് എങ്ങനെയെന്ന ദൃശ്യങ്ങൾ സൂരജ് കണ്ടിരുന്നു. ഇതിൻ്റെ വിശദാംശങ്ങൾ പോലീസ് കണ്ടെടുത്തു. അതോടൊപ്പം തന്നെ പാമ്പിനെ വീട്ടിലേക്ക് കൊണ്ടുവന്ന ജാറ്, പിന്നെ വിദഗ്ധ സമിതിയെ നിയോഗിച്ചു. അവരുടെ കണ്ടെത്തൽ തുടങ്ങി വിവിധങ്ങളായ കാര്യങ്ങൾ. പിന്നീട് ഉത്രയുടെ സ്വർണ്ണാഭരണം, സൂരജിൻ്റെ വീടിന് പുറകിലെ പറമ്പിൽ കുഴിച്ചിട്ട നിലയിൽ പലയിടത്തായി സ്വർണം കണ്ടെടുത്തു. ഈ കൊലപാതകം നടക്കുന്നതിൻ്റെ തലേ ദിവസമാണ് സൂരജ് ലോക്കർ തുറന്നതെന്നും അന്വേഷണ സംഘം കണ്ടെത്തിയിരുന്നു. ഇത്തരത്തിൽ കൃത്യമായ തെളിവുകൾ ശേഖരിക്കുകയും അത് നല്ല രീതിയിൽ തന്നെ പ്രോസിക്യൂഷന് കോടതിയിൽ അവതരിപ്പിക്കാനും കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ പരമാവധി ശിക്ഷ പ്രതിക്ക് ലഭിക്കുമെന്ന പ്രതീക്ഷയിലാണ്. വിനോദ് പറഞ്ഞതുപോലെ തന്നെ ശാസ്ത്രീയമായിട്ടുള്ള തെളിവുകൾ, ഡമ്മി പരീക്ഷണം അടക്കമുള്ള കാര്യങ്ങൾ നടത്തിക്കൊണ്ടുകൂടി പൂർത്തിയാക്കിയ ഒരു അന്വേഷണം, ആ ഒരു അപൂർവത കൂടിയുണ്ട്. അത്തരം ശാസ്ത്രീയ തെളിവുകൾ കോടതിക്ക് മുന്നിൽ വരിക, ആ തെളിവുകളിൽ കോടതി നിരീക്ഷണം നടത്തുക, അതുകൂടി ഉറ്റുനോക്കുകയാണോ നിയമവൃത്തങ്ങൾ? അപർണ, ഈ കേസിൽ 86 സാക്ഷിമൊഴികൾ, 288 രേഖകൾ, 40 തൊണ്ടിമുതലുകൾ, 1000 പേജുള്ള കുറ്റപത്രം. ഇതിൽ തന്നെ ഈ കുറ്റപത്രത്തിൽ തന്നെ പ്രധാന വസ്തുതയായി വരുന്നത് ശാസ്ത്രീയ തെളിവുകളാണ്. പാമ്പിൻ്റെ പോസ്റ്റ്മോർട്ടം നടത്തി ആ പാമ്പ് തന്നെയാണോ കടിച്ചതെന്നുള്ള കാര്യം സ്ഥിരീകരിക്കുന്നു. അതിനുശേഷം അതേ നീളത്തിലും വണ്ണത്തിലും ഉള്ള പാമ്പിനെ ഉപയോഗിച്ച് ഡമ്മി പരിശോധന, അത് മനുഷ്യ ശരീരത്തിലേക്ക് പാമ്പ് കയറിയാൽ സ്വാഭാവികമായി പാമ്പ് കടിക്കുമോ എന്ന കാര്യമാണ് പരിശോധിച്ചത്. അങ്ങനെ ഉണ്ടാകുന്നില്ല. മറ്റൊരു കാര്യം, ഈ കേസിൻ്റെ ആദ്യഘട്ടത്തിൽ തന്നെ അന്വേഷണ ഉദ്യോഗസ്ഥർ ഒരു നിഗമനത്തിൽ എത്തിയ കാര്യം, അതായത് അണലിപ്പാമ്പ് ഒരിക്കലും പത്തിയെടുത്ത് ആളിനെ കടിക്കില്ല. പക്ഷേ ഉത്രയുടെ ശരീരഭാഗത്തിൽ അണലി കടിക്കുന്നതിനേക്കാൾ ഉയരത്തിലുള്ള ഭാഗത്താണ് മുറിവ് കണ്ടെത്തിയത്. അതോടൊപ്പം തന്നെ രാത്രികാലങ്ങളിൽ മൂർഖൻ പാമ്പ് അങ്ങനെ ആക്രമണോത്സുകത കാണിക്കാറില്ല. ആളുകളെ ആക്രമിക്കുന്നത് പതിവുള്ള കാര്യമല്ല. തീരെ പ്രകോപനം ഉണ്ടായാൽ മാത്രമേ മൂർഖൻ പാമ്പ് രാത്രികാലങ്ങളിൽ ആക്രമിക്കൂ. ഈ 2 കാര്യങ്ങളും അടിസ്ഥാനമാക്കിയായിരുന്നു പരിശോധന. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ AC ഉള്ള റൂമിൽ മൂർഖൻ പാമ്പ് കയറാൻ സാധ്യതയുണ്ടോ തുടങ്ങിയ കാര്യങ്ങളുമൊക്കെ തന്നെയും പരിശോധിച്ചു. തുടർന്നായിരുന്നു
ഈ കേസിൽ സൂരജിൻ്റെ ചോദ്യം ചെയ്യലിന് മുൻപ് തന്നെ പരമാവധി തെളിവുകൾ അന്വേഷണ സംഘം സമാഹരിച്ചിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് പിന്നീട് ചോദ്യം ചെയ്യൽ നടന്നത്. പ്രതി കുറ്റം സമ്മതിക്കുന്ന സാഹചര്യവുമുണ്ടായി. പാമ്പ് പിടുത്തക്കാരിൽ നിന്ന് സുപ്രധാനമായ മൊഴി അന്വേഷണ സംഘത്തിന് ലഭിക്കുകയും ചെയ്തു. സുരേഷിനെ മാപ്പുസാക്ഷിയാക്കിക്കൊണ്ടാണ് ഈ കേസിൽ പിന്നീട് അന്വേഷണ സംഘം മുന്നോട്ട് പോയതും. അപർണ. റൈറ്റ്. വി വിനോദ്, ഏതായാലും 11 മണിയോടുകൂടി കൊല്ലം ജില്ലാ സെഷൻസ് കോടതി വിധി പറയും. ഉത്തരാവധ കേസിൽ ഭർത്താവ് സൂരജ് മാത്രമാണ് പ്രതി. ഇന്ന് തന്നെ ഉച്ചയോടുകൂടി ശിക്ഷ പ്രഖ്യാപിച്ചേക്കും എന്നുകൂടിയാണ് വി വിനോദ് കൊല്ലത്ത് നിന്ന് റിപ്പോർട്ട് ചെയ്യുന്നത്. ഏതായാലും ഉത്തരാവധ കേസിൽ ശ്രദ്ധേയമായ അന്വേഷണമായിരുന്നു സംസ്ഥാന പോലീസിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായത്. പ്രതി സൂരജിന് പരമാവധി ശിക്ഷ ലഭിക്കും എന്ന പ്രതീക്ഷയിലാണ് അന്വേഷണ ഉദ്യോഗസ്ഥർ. കൊട്ടാരക്കര ഡിവൈഎസ്പി എ അശോകൻ കേസുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ സംസാരിക്കുന്നു. കൊല്ലത്ത് നിന്ന് വി വിനോദിന്റെ റിപ്പോർട്ടിലേക്ക്. ഉത്തരാവധ കേസിൽ അന്വേഷണ ഉദ്യോഗസ്ഥനായ ഡിവൈഎസ്പി എ അശോകനാണ് നമുക്കൊപ്പം ചേരുന്നത്. ഒരു പക്ഷേ അണലിയുടെ കടിയേറ്റ് ആദ്യത്തെ സംഭവത്തിൽ ഉത്ര മരിച്ചിരുന്നെങ്കിൽ ഇങ്ങനൊരു കേസ് പോലും ഉണ്ടാകുമായിരുന്നില്ലെന്നാണ് പലരും പറയുന്നത്. പക്ഷേ രണ്ടാമത്തെ സംഭവത്തിൽ ഇങ്ങനെ ഉണ്ടാകുന്നു. പോലീസിന് തോന്നിയ സംശയങ്ങളും നിഗമനങ്ങളും അതെങ്ങനെയാണ് ഇതിൻ്റെ ഒരു ആദ്യഘട്ടം സാർ ഓർത്തെടുക്കുന്നത്? ആദ്യ ഘട്ടം എന്ന് വെച്ചാൽ ഒന്ന് അവർ പറയുന്നത് ജനൽ തുറന്നിട്ടെന്നാണ് ഈ സൂരജ് പറയുന്നത്. പക്ഷേ അത് അന്വേഷണത്തിൽ ജനൽ അവർ തുറന്ന് AC റൂമല്ല, ജനൽ തുറന്നിട്ടില്ല. അഥവാ ജനൽ തുറന്നിട്ടിരുന്നെങ്കിലും 150 സെൻറ്റിമീറ്ററോളം നീളമുള്ള ഒരു പാമ്പിന് 1/3 ഭാഗത്തിൽ കൂടുതൽ കയറാൻ പറ്റത്തില്ല. അത് ഒന്നാമത്തെ കാര്യം. പിന്നെ ജനലിൻ്റെ അടുത്താണ് സൂരജ് കിടന്നത്. അങ്ങനെ അഥവാ കയറുന്നെങ്കിലും സൂരജിനെയാണ് ആദ്യം ഇത് കടിക്കേണ്ടത്. പിന്നെ മൂർഖരെന്ന് പറഞ്ഞാൽ രാത്രി ആക്റ്റീവല്ല. അത് ഭക്ഷണത്തിന് എവിടെയെങ്കിലും ഒതുങ്ങിക്കൂടാനാണ് വയ്ക്കുന്നത്. ആ ആക്റ്റീവ് അല്ലാത്തൊരു മൂർഖൻ എങ്ങനെയെങ്കിലും അഥവാ കയറിയാലും എവിടെയെങ്കിലും സ്ഥലത്ത് ഒളഞ്ഞുകൂടി കിടന്ന് ഉറങ്ങാൻ റെസ്റ്റ് ചെയ്യാനേ പറ്റത്തുള്ളൂ. അഥവാ കയറിയാലും ഒരു പ്രകോപനം ഇല്ലാതെ ഉപദ്രവിക്കാതെ അത് കടിക്കത്തുമില്ല. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ളൊരു കാര്യമാണ് നമ്മൾ ആദ്യത്തെ നിഗമനത്തിൽ കൊണ്ടെത്താൻ കാര്യം തന്നെ. അതുകൊണ്ട് തന്നെ ഈ അറസ്റ്റിന് ശേഷം ഈ ആദ്യഘട്ട ചോദ്യം ചെയ്യലിൽ തന്നെ പ്രതി കുറ്റം സമ്മതിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു, അതോ ഇത് ഒളിച്ചു വയ്ക്കാൻ? അതെല്ലാ തെളിവും നമ്മൾ അതിനും അപ്പോഴും തന്നെ നമുക്ക് കിട്ടിയല്ലോ. ഓരോ കാര്യങ്ങളിലും ഒന്നാമത്തെ കാര്യം പാമ്പ് പിടുത്തക്കാരനെ വിളിച്ചതും പൈസ കൊടുത്ത് പാമ്പിനെ മേടിച്ചെന്നും വരെ എന്നെ ഈ പാമ്പ് പിടുത്തക്കാരനായ സുരേഷ് പറഞ്ഞത്. അപ്പോൾ ഒരു ചുമ്മാ ഇരിക്കുന്നവർ തന്നെ നല്ല വിഷമുള്ള ഒരു പാമ്പ് തന്നെ വേണമെന്ന് പറയുന്നത് അതൊരു അസ്വാഭാവികത തന്നെ തോന്നി, നമ്മുടെ അന്വേഷണത്തിൽ തന്നെ തോന്നി. അവിടെ വെച്ച് തന്നെ എല്ലാ കാര്യവും നമുക്ക് അവരിൽ നിന്നുള്ള കാര്യങ്ങൾ റിവീൽ ചെയ്യേണ്ടി വന്നു. സാധാരണ നിലയ്ക്ക് ലോക്കൽ പോലീസിൻ്റെ അന്വേഷണം ഇതൊരു പ്രമാദമായ കേസായതുകൊണ്ടാണ് സാധാരണ CBI അങ്ങനെയൊക്കെ വന്നിട്ട് വലിയ ഏജൻസികളൊക്കെ വന്നിട്ടാണ്. പക്ഷേ കേരള പോലീസിനെ കുറിച്ച് നമ്മൾ പൊതുവിൽ അഭിമാനം കൊള്ളുന്ന ഒരു അവസരം കൂടിയാണ്. അതുകൊണ്ട് തന്നെ ഈ സഹ ഉദ്യോഗസ്ഥരെ കുറിച്ചൊക്കെ എങ്ങനെയാണ് ഓർക്കുന്നത്? എല്ലാ പേരും ഓരോരുത്തർക്കും അതിൻ്റെതായ ഇമ്പോർട്ടൻസ് കൊടുത്തിരിക്കുന്നു. ഓരോ പോലീസ് ഉദ്യോഗസ്ഥനും അതിൻ്റെതായ ഈ ടീമിലുള്ളവർക്ക് വളരെയേറെ ഇമ്പോർട്ടൻസാണ് ഈ കേസിൽ. ടീം വർക്കിൻ്റെ ഒരു ഇതായിട്ടാണ് ഈ കേസിൻ്റെ അന്വേഷണത്തിൽ വന്നത്. അതുപോലെ തന്നെ പോലീസിൻ്റെ ഒരു സ്റ്റഡി മെറ്റീരിയലായിട്ട് തന്നെ ഈ കേസ് മാറുന്നു എന്നുകൂടി പറയുന്നു. അതെ, അങ്ങനെ ഒന്ന് പറയുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഈ സ്വർണം സീസ് ചെയ്യുന്നത്, ഇയാൾ വീടിൻ്റെ പുറകിലെ പറമ്പിൽ അത് കുഴിച്ചിടുന്നു, അതൊക്കെ തന്നെയും നമുക്ക് ഈ കേസിനെ വലിയ തോതിൽ നമ്മുടെ അന്വേഷണത്തിൻ്റെ ഭാഗമായി വന്നതാണ്. പാമ്പിൻ്റെ പോസ്റ്റ്മോർട്ടം, പാമ്പിനെ വെച്ചുള്ള ഡമ്മി പരിശോധന, അതൊക്കെ നമുക്ക് ആദ്യത്തെ സംഭവമാണ്. അതൊക്കെ എങ്ങനെയാണ് ആസൂത്രണം ചെയ്തത്? അതിൻ്റെ ഒരു നടപടികൾ എങ്ങനെയായിരുന്നു? ഒന്നാമത്തെ കാര്യം സ്വർണം, ഈ ഉത്തരയുടെ സ്വർണം 2-3 സ്ഥലത്തായിട്ട് കുഴിച്ചിടുകയും ചെയ്യുന്നത്. അവർ കുഴിച്ചിട്ടത് അത് നമ്മൾ റിക്കവർ ചെയ്യുകയും പിന്നീട് ഇവൻ ഇങ്ങനെ പറഞ്ഞ് നമുക്കും അത് ഒരു ബോധ്യപ്പെടുത്തണമല്ലോ. 100% 90% ബോധ്യമാണ്. പക്ഷേ 100% ബോധ്യമാകുന്ന വേണ്ട ലൈവ് ആയിട്ടൊരു എക്സ്പെരിമെൻറ്റിനെ നമ്മൾ നടത്തിയത്. അത് നമുക്ക് ബോധ്യമാവാൻ വേണ്ടി മാത്രം തന്നെ. അതോടൊപ്പം തന്നെ മറ്റൊരു കേസുകൂടി, ഗാർഹിക പീഡനത്തിൻ്റെ കേസ് കൂടിയുണ്ട്. ഈ കേസിൽ സൂരജ് മാത്രമാണ് പ്രതി. മറ്റൊരു കേസ് കൂടി രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ നടപടികൾ പ്രത്യേകം ഉണ്ടാവും. അത് പ്രത്യേകം ഈ കോടതി ഇത് കഴിയുന്ന വരയ്ക്ക് അതിൽ ട്രയൽ തുടങ്ങും. അതോടൊപ്പം തന്നെ അംഗീകാരങ്ങൾ, ഇതിൽ അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് ഗുഡ് സർവീസ് എൻട്രി ഉൾപ്പെടെ കൂടുതൽ അംഗീകാരങ്ങൾ, അതും ഒക്കെ എങ്ങനെയാണ് സാറേ ഒരു അഭിമാനമായി തന്നെയാണ്? ശരിക്കും അതാണല്ലോ അതിൻ്റെ അംഗീകാരം കിട്ടിയത്. ശരിക്കും സന്തോഷത്തോടെ തന്നെ നമ്മൾ കാണുന്നതല്ല. തീർച്ചയായും അല്പസമയത്തിനുള്ളിൽ ഉത്തരാവധക്കേസിൽ വിധി വരാനിരിക്കുകയാണ്. അന്വേഷണ ഉദ്യോഗസ്ഥനാണ് നമ്മളോട് സംസാരിച്ചത്. ഏറ്റവും പ്രമാദമായ കേസിൽ അന്വേഷണം നടത്തിയ ഉദ്യോഗസ്ഥൻ. അദ്ദേഹം ഈ ഘട്ടത്തിൽ വലിയ അഭിമാനത്തിലാണ്. കാരണം ഒരു ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കേസ്, അത് പ്രോസിക്യൂഷൻ വാദങ്ങൾ നിരത്തുന്നതിന് അനുയോജ്യമായ തരത്തിൽ തന്നെ തെളിവുകൾ സമാഹരിക്കുന്നതിന് അന്വേഷണ സംഘത്തിന് കഴിഞ്ഞു. ഷിജു ചവറയ്ക്കൊപ്പം വി വിനോദ്, ന്യൂസ് 18 കൊല്ലം. ഇടവേളയാണ്. കൂടുതൽ വാർത്തകൾക്കും വിശദാംശങ്ങൾക്കും കാണുക മലയാളം.news18.com.
സുൽത്താൻ ബത്തേരി തെരഞ്ഞെടുപ്പ് കോഴക്കേസിൽ ബിജെപി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രന്റെ ശബ്ദ പരിശോധന ഇന്ന് നടക്കും. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സുൽത്താൻ ബത്തേരി മണ്ഡലത്തിൽ മത്സരിക്കാൻ CK ജാനുവിന് സുരേന്ദ്രൻ കോഴ നൽകിയെന്ന കേസിലാണ് നടപടി. കോഴ വാഗ്ദാനം ചെയ്തുകൊണ്ടുള്ള സുരേന്ദ്രന്റെ ശബ്ദ സന്ദേശങ്ങൾ ഉൾപ്പെടെ പുറത്തുവിട്ട JRP നേതാവ് പ്രസീത അഴീക്കോടിന്റെ ശബ്ദവും പരിശോധിക്കും. കാക്കനാട് ചിത്രാഞ്ജലി സ്റ്റുഡിയോയിലെത്തി ശബ്ദ സാമ്പിൾ നൽകാനാണ് കോടതി ഉത്തരവ്. വിവരങ്ങളുമായി കൊച്ചിയിൽ നിന്ന് MS അനീഷ് കുമാർ ചേരുന്നു. അനീഷ്, നിർണായകമായിട്ടുള്ള ഒരു പരിശോധന രാഷ്ട്രീയപരമായും ഉറ്റുനോക്കുന്ന ഒരു ഘട്ടത്തിലേക്ക് ഏത് രീതിയിലാണ് പരിശോധന നടക്കുക? അപർണ, ശബ്ദ പരിശോധനയ്ക്കുള്ള ഒരുക്കങ്ങൾ പൂർണ്ണമായും പൂർത്തിയായി കഴിഞ്ഞിരിക്കുന്നു. കാക്കനാട് ചിത്രാഞ്ജലി സ്റ്റുഡിയോയിലാണ് ശബ്ദ പരിശോധന നടക്കുക. വയനാട്ടിൽ നിന്നുള്ള ക്രൈംബ്രാഞ്ച് ഉദ്യോഗസ്ഥരടക്കം രാവിലെ തന്നെ എത്തിയിരുന്നു. ശബ്ദ പരിശോധനയ്ക്കുള്ള തയ്യാറെടുപ്പുകൾ ഈ ചിത്രാഞ്ജലി സ്റ്റുഡിയോയ്ക്കുള്ളിലും പൂർത്തിയായി കഴിഞ്ഞിരിക്കുന്നു. ഏതാണ്ട് 3 മിനിറ്റ് ദൈർഘ്യമുള്ള ശബ്ദശകലമാണ് റെക്കോർഡ് ചെയ്യുക. ഇത് 5 തവണ റെക്കോർഡ് ചെയ്യും എന്നാണ് നമുക്ക് ഉദ്യോഗസ്ഥരിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്. പ്രസീത അഴീക്കോടും കെ സുരേന്ദ്രനും തമ്മിൽ നടത്തിയ ഫോൺ സംഭാഷണത്തിൻ്റെ അതേ കാര്യങ്ങൾ രേഖപ്പെടുത്തി ഒരു സ്ക്രിപ്റ്റാക്കിയ ശേഷം അക്കാര്യങ്ങളാണ് കെ സുരേന്ദ്രനെ കൊണ്ടും പ്രസീത അഴീക്കോടിനെ കൊണ്ടും പറയിക്കുക. ആദ്യം പ്രസീത അഴീക്കോടിനാണ് സമയം നൽകിയിരിക്കുന്നത്. ഏതാണ്ട് 9:30 സമയമാണ് പറഞ്ഞിരുന്നെങ്കിലും ചിത്രാഞ്ജലി സ്റ്റുഡിയോയുടെ പ്രവർത്തന സമയം ആരംഭിക്കുന്നത് 10 മണിക്കാണ്. അതുകൊണ്ട് അല്പസമയത്തിനകം നടക്കുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. പ്രസീത അഴീക്കോട് ഈ സ്ഥലത്തേക്ക് പോന്നിട്ടും ഉണ്ട്. കെ സുരേന്ദ്രനും എത്തും എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് തന്നെയാണ് വിവരം ലഭിച്ചിരിക്കുന്നത്. ഏതായാലും 2 തവണയായി 35 ലക്ഷം രൂപ CK ജാനുവിന് സുൽത്താൻ ബത്തേരിയിൽ മത്സരിക്കുന്നതിനായി കോഴയായി നൽകിയെന്ന ആരോപണമാണ് ഉയർന്നു വന്നിരുന്നത്. ഇതിൽ 10 ലക്ഷം രൂപ തിരുവനന്തപുരത്തെ ഹോട്ടലിൽ വെച്ചും 25 ലക്ഷം രൂപ വയനാട്ടിലെ ഹോം സ്റ്റേയിൽ വെച്ചും നൽകിയെന്നാണ് പറയുന്നത്. ഇതിനുശേഷം CK ജാനുവിൻ്റെ അക്കൗണ്ട് വഴി നിരവധി പണമിടപാടുകൾ നടന്നതായും ക്രൈംബ്രാഞ്ച് സംഘം കണ്ടെത്തിയിരുന്നു. ഇതിൻ്റെ തുടർച്ചയായാണ് ഈ പ്രസീത അഴീക്കോടി കാര്യങ്ങൾ വെളിപ്പെടുത്തിയ ശേഷം നിരവധി ശബ്ദശകലങ്ങൾ ഇരുവരും തമ്മിൽ നടന്ന ഫോൺ സംഭാഷണങ്ങൾ പുറത്തുവിടുകയും ചെയ്തിരുന്നു. ഈ ഫോൺ സംഭാഷണങ്ങളുടെ ആധികാരികത വിലയിരുത്തുന്നതിനായാണ് ഇപ്പോൾ ഇന്ന് ശബ്ദ പരിശോധന നടത്തുന്നത്. അപർണ. MS അനീഷ് കുമാറാണ് കൊച്ചിയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. KPCC ഭാരവാഹി പട്ടിക അധ്യക്ഷൻ K സുധാകരൻ ഹൈക്കമാൻഡിന് ഇന്ന് കൈമാറും. ഇന്ന് വൈകിട്ടോടെ പട്ടിക പ്രഖ്യാപിച്ചേക്കും. പട്ടികയുമായി ബന്ധപ്പെട്ട് ഉമ്മൻചാണ്ടി, രമേശ് ചെന്നിത്തല എന്നിവരുമായി KPCC അധ്യക്ഷൻ ഒരിക്കൽ കൂടി ചർച്ച നടത്താനും സാധ്യതയുണ്ട്. വിവരങ്ങളുമായി KP അഭിലാഷ് ചേരുന്നു. അഭിലാഷ്, കൂടുതൽ ഒരു വട്ട ചർച്ച കൂടി നടത്തിയ ശേഷം പട്ടിക പ്രഖ്യാപനത്തിലേക്ക് കടക്കും എന്നുള്ളൊരു സൂചനകളാണോ വരുന്നത്? മാത്രമല്ല, പട്ടികയുമായി ബന്ധപ്പെട്ട് ഇതുവരെ ലഭ്യമാകുന്ന വിവരങ്ങൾ എങ്ങനെ? അപർണ, നിലവിൽ 51 പേരടങ്ങുന്ന ഒരു പട്ടികയ്ക്ക് രൂപം നൽകിയിട്ടുണ്ട്. ഇന്നലെ പ്രതിപക്ഷ നേതാവ് VD സതീശൻ കൂടി ഡൽഹിയിൽ ഉണ്ടായിരുന്നു. അതിനുശേഷം അദ്ദേഹം മടങ്ങുകയും ചെയ്തു. തൊട്ടു മുമ്പ് മാധ്യമപ്രവർത്തകരോട് വ്യക്തമാക്കിയത് ചർച്ചകൾ അവസാനിച്ചുവെന്നും പട്ടിക തയ്യാറാക്കിയിട്ടുണ്ട് എന്നും തന്നെയാണ്. നേതാക്കൾക്ക് അതിർത്തിയില്ലാത്ത തരത്തിൽ തന്നെ പട്ടിക പ്രസിദ്ധീകരിക്കാനാകുമെന്നാണ് പ്രതീക്ഷ എന്നും അദ്ദേഹം പങ്കുവച്ചു. എന്നാൽ KPCC അധ്യക്ഷൻ K സുധാകരൻ ഡൽഹിയിൽ തുടരുകയാണ്. നിലവിലെ പട്ടികയിലേക്ക് നേതാക്കളായ ഉമ്മൻചാണ്ടി, രമേശ് ചെന്നിത്തല, അതോടൊപ്പം തന്നെ മറ്റു മുതിർന്ന നേതാക്കൾ ഉൾപ്പെടെയുള്ളവർ പേരുകൾ നിർദ്ദേശിച്ചിരുന്നു. ഈ പേരുകളെ പൂർണ്ണമായും ഉൾക്കൊള്ളാൻ പട്ടികയ്ക്ക് സാധിച്ചിട്ടില്ല. ഏതാണ്ട് 300ഓളം വരുന്ന പേരുകൾ ഉൾപ്പെടുന്ന ഒരു പട്ടികയുമായാണ് നേതാക്കൾ എത്തിയത്. അതാണ് 51ലേക്ക് ചുരുക്കിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായും ഈ പേരുകൾ വെട്ടുന്നതിൽ നേതാക്കൾക്ക് അതിർത്തി ഉണ്ടാകും. പക്ഷേ അവരുടെ നോമിനികളെ കൂടി ആനുപാതികമായി ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു പട്ടികയാണ് ഇപ്പോൾ തയ്യാറാക്കിയിട്ടുള്ളത്. അതുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങൾ തന്നെയായിരിക്കും നേതാക്കളുമായി KPCC അധ്യക്ഷൻ ആശയവിനിമയത്തിലൂടെ വ്യക്തമാക്കുക. DCC അധ്യക്ഷന്മാരെ പ്രഖ്യാപിച്ചപ്പോഴടക്കം കൃത്യമായ ആശയവിനിമയം നടന്നില്ല എന്നുള്ള ഒരു പരാതി ഹൈക്കമാൻഡിനുമുണ്ട്. നേതാക്കൾ അടക്കം പരസ്യ പ്രസ്താവനയുമായി രംഗത്തെത്തുകയും ചെയ്തു. അത് ഒഴിവാക്കുക എന്നത് മാത്രമാണ് ഇനിയുള്ള മണിക്കൂറുകളിലെ പ്രധാനപ്പെട്ട ദൗത്യം. പട്ടിക ഏതാണ്ട് തയ്യാറായി കഴിഞ്ഞിട്ടുണ്ട്. ഇന്ന് 3 മണിയോടുകൂടി K സുധാകരൻ നാട്ടിലേക്ക് തിരിക്കും എന്നാണ് വ്യക്തമാക്കിയിട്ടുള്ളത്. അങ്ങനെയെങ്കിൽ അതിനു മുമ്പ് ഹൈക്കമാൻഡിന് പട്ടിക സമർപ്പിക്കും. പിന്നീട് ഓഫീസ് നടപടികൾ മാത്രമായിരിക്കും അവശേഷിക്കുക. അതിനുശേഷം രാത്രിയോടുകൂടി പട്ടിക പുറത്തിറങ്ങേണ്ടതാണ്. അതേസമയം വലിയ എതിർപ്പുകളോ വിമർശനങ്ങളോ ഒക്കെ നേതാക്കൾ അറിയിച്ചാൽ മാത്രമായിരിക്കും ഇനി പട്ടിക വൈകുകയുള്ളൂ. റൈറ്റ്. KP അഭിലാഷ് ദില്ലിയിൽ നിന്ന്. ഹരിത പ്രവർത്തകരുടെ പരാതിയിൽ വനിതാ കമ്മീഷൻ ഇന്ന് മൊഴിയെടുക്കും. MSF സംസ്ഥാന പ്രസിഡന്റ് ഉൾപ്പെടെ സംസ്ഥാന ഭാരവാഹികൾ സ്ത്രീവിരുദ്ധ പരാമർശം നടത്തിയെന്ന ഹരിതയിലെ മുൻ ഭാരവാഹികളുടെ പരാതിയിലാണ് മൊഴിയെടുക്കുന്നത്. ആരോപണ വിധേയരായ നേതാക്കളോടും സിറ്റിംഗിൽ പങ്കെടുക്കണമെന്നാണ് നിർദ്ദേശം. മുസ്ലിം ലീഗ് വിദ്യാർത്ഥി വിഭാഗമായ MSF നേതാക്കൾക്കെതിരെ വനിതാ കൂട്ടായ്മയായ ഹരിതയുടെ മുൻ ഭാരവാഹികൾ നൽകിയ പരാതിയിലാണ് ഇന്ന് മൊഴിയെടുക്കുന്നത്. നേരത്തെ നൽകിയ പരാതിക്ക് പുറമെ കൂടുതൽ വിവരങ്ങളുണ്ടെങ്കിൽ എഴുതി നൽകുവാനും കമ്മീഷൻ പരാതിക്കാർക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഹരിത സംസ്ഥാന കമ്മിറ്റി മുൻ ഭാരവാഹികളായ 10 പേരാണ്
പരാതിക്കാർ. MSF പ്രവർത്തക സമിതി യോഗത്തിൽ സംസ്ഥാന പ്രസിഡന്റ് PK നവാസ് സ്ത്രീവിരുദ്ധ പരാമർശം നടത്തി അധിക്ഷേപിച്ചുവെന്നായിരുന്നു പരാതി. കഴിഞ്ഞ മാസം മലപ്പുറത്ത് സിറ്റിംഗിൽ ഹാജരായി മൊഴി നൽകാൻ കമ്മീഷൻ ആവശ്യപ്പെട്ടിരുന്നു. എന്നാൽ കോഴിക്കോട്ടെ സിറ്റിംഗിൽ പങ്കെടുക്കാമെന്നായിരുന്നു പരാതിക്കാർ അറിയിച്ചിരുന്നത്. ആരോപണ വിധേയരായ നേതാക്കളോടും ഹാജരാകുവാൻ കമ്മീഷൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. വിഷയത്തിൽ പോലീസ് അന്വേഷണം വഴിമുട്ടി നിൽക്കുമ്പോഴാണ് പരാതിക്കാരിൽ നിന്നും വനിതാ കമ്മീഷൻ നേരിട്ട് മൊഴിയെടുക്കുന്നത്. ഈ മൊഴി കേസിൽ നിർണായകമാവും. സനോജ് സുരേന്ദ്രൻ, ന്യൂസ് 18 കോഴിക്കോട്. ഇന്ധനവില കൂടി. ഡീസലിന് 38 പൈസയും പെട്രോളിന് 30 പൈസയുമാണ് കൂട്ടിയത്. തിരുവനന്തപുരം നഗരത്തിലും ഡീസലിന് 100 രൂപ കടന്നു. 100 രൂപ 23 പൈസയാണ് പുതിയ വില. 1 ലിറ്റർ ഡീസലിന് കൊച്ചിയിൽ 98 രൂപ 33 പൈസയും കോഴിക്കോട് 98 രൂപ 66 പൈസയുമായി. പെട്രോൾ വില തിരുവനന്തപുരത്ത് 106 രൂപ 70 പൈസയായി. കൊച്ചിയിൽ 104 രൂപ 72 പൈസയും കോഴിക്കോട് 104 രൂപ 94 പൈസയുമാണ് 1 ലിറ്റർ പെട്രോളിന്. തിരുവനന്തപുരത്ത് പാറശാലയിലും വെള്ളറടയിലും ഇടുക്കി പൂപ്പാറയിലും ഡീസൽ വില ഇന്നലെ 100 കടന്നിരുന്നു. കൽക്കരി ക്ഷാമത്തെ തുടർന്ന് ഉത്തരേന്ത്യയിൽ വൈദ്യുതി പ്രതിസന്ധി തുടരുന്നു. മഹാരാഷ്ട്രയിൽ 13 താപവൈദ്യുത പ്ലാന്റ് യൂണിറ്റുകളും പഞ്ചാബിൽ 3 താപവൈദ്യുത നിലയങ്ങളും അടച്ചുപൂട്ടി. 3330 മെഗാവാട്ടിന്റെ ക്ഷാമമാണ് ഇപ്പോൾ മഹാരാഷ്ട്ര നേരിടുന്നത്. ഉത്തർപ്രദേശിൽ 14 താപനിലയങ്ങളും പൂട്ടിയിട്ടുണ്ട്. പഞ്ചാബ്, രാജസ്ഥാൻ, ഉത്തർപ്രദേശ് സംസ്ഥാനങ്ങളിൽ പവർ കട്ടും തുടരുകയാണ്. ഗുജറാത്ത്, ഒഡീഷ, ആന്ധ്ര, തമിഴ്നാട് സംസ്ഥാനങ്ങളിലും പ്രതിസന്ധി നേരിടുന്നു. ഝാർഖണ്ഡ്, ബീഹാർ എന്നിവിടങ്ങളിലും വൈദ്യുതി ക്ഷാമം നേരിടുന്നുണ്ട്. അതേസമയം ആവശ്യത്തിന് കൽക്കരി ഉണ്ടെന്നാണ് കേന്ദ്ര സർക്കാരിന്റെ വിശദീകരണം. അപേക്ഷിക്കുന്നവർക്ക് പണം നോക്കാതെ വിതരണം തുടരുമെന്ന് കേന്ദ്ര ഊർജ്ജ മന്ത്രി RK സിംഗ് പറഞ്ഞു. പവർ പർച്ചേസ് വ്യവസ്ഥ പ്രകാരം വൈദ്യുതി നൽകിയിട്ടും ലോഡ് ഷെഡിംഗ് ഏർപ്പെടുത്തിയാൽ നടപടി നേരിടേണ്ടി വരുമെന്നും മന്ത്രി പറഞ്ഞു. ഇതേസമയം കൽക്കരി ക്ഷാമത്തെ തുടർന്ന് കേരളം നേരിടുന്ന വൈദ്യുതി പ്രതിസന്ധി ചർച്ച ചെയ്യാൻ ഇന്ന് പ്രത്യേക യോഗം ചേരുകയാണ്. KCB ഉദ്യോഗസ്ഥരുടെ യോഗത്തിൽ മുഖ്യമന്ത്രിയും പങ്കെടുക്കുമെന്നാണ് സൂചന. മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നും കിട്ടേണ്ട വൈദ്യുതിയിൽ 300 മെഗാവാട്ടിന്റെ കുറവാണ് കേരളത്തിൽ ഇപ്പോഴുള്ളത്. പ്രതിസന്ധി നീണ്ടുനിന്നാൽ വൈദ്യുതി നിയന്ത്രണം ഏർപ്പെടുത്തേണ്ടി വരും. നിലവിലെ സാഹചര്യവും മുന്നോട്ട് സ്വീകരിക്കേണ്ട നടപടികളും യോഗത്തിൽ ചർച്ചയാകും. ജലവൈദ്യുത പദ്ധതികളിൽ നിന്നുള്ള ആഭ്യന്തര ഉൽപ്പാദനം വർദ്ധിപ്പിച്ചാണ് കേരളം ഇപ്പോൾ സാഹചര്യം നേരിട്ട് വരുന്നത്. സംസ്ഥാനത്ത് ഇന്നും വിവിധ ജില്ലകളിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴ തുടരും. 10 ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു. തൃശൂർ, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ഒഴികെയുള്ള മറ്റ് ജില്ലകളിലാണ് ഇന്ന് യെല്ലോ അലർട്ട്. നാളെ മുതൽ അതിശക്തമായ മഴ സംസ്ഥാനത്ത് ലഭിച്ചേക്കും. കണ്ണൂരിന്റെ അതിർത്തിയിലുള്ള കർണാടക വനമേഖലയിൽ ഉരുൾപൊട്ടി. കാഞ്ഞിരക്കൊല്ലി കർണാടകം വനമേഖലയിലാണ് ഉരുൾപൊട്ടിയത്. കാലാങ്കി വനത്തിൽ 1-ലധികം ഇടങ്ങളിൽ ഉരുൾപൊട്ടിയതായി സംശയമുണ്ട്. ഉള്ളിക്കൽ, ചമ്പതച്ചാൽ പുഴയിൽ ജലനിരപ്പ് ഉയർന്നു. പുഴയുടെ തീരത്തുള്ളവർക്ക് ജാഗ്രതാ നിർദ്ദേശം നൽകി. പയ്യാവൂർ പഞ്ചായത്തിലെ ആടാംപാറ മേഖലയിൽ കനത്ത മഴ പെയ്തു. വീടുകൾക്ക് സമീപം മണ്ണിടിച്ചിൽ ഉണ്ടായി. തിരുവനന്തപുരം തമ്പാനൂരിൽ KSRTC ടെർമിനലിൽ തീപിടുത്തം. 5ാം നിലയിലെ RTO ഓഫീസിലാണ് തീപിടുത്തമുണ്ടായത്. ഇവിടെ കൂട്ടിയിട്ടിരുന്ന മാലിന്യ കൂമ്പാരത്തിനാണ് തീപിടിച്ചത്. അഗ്നിശമന സേന എത്തി തീയണച്ചു. വീണ്ടും ഇടവേളയാണ്. കൂടുതൽ വിശദാംശങ്ങൾക്ക് Malayalam.news18. തിയേറ്ററുകൾ തുറക്കുന്നതിന് മുന്നോടിയായി സിനിമാ മേഖലയിലെ സംഘടനകളുമായി മുഖ്യമന്ത്രി ഇന്ന് ചർച്ച നടത്തും. സിനിമാ മേഖലയ്ക്കുള്ള പ്രത്യേക പാക്കേജ്, വിനോദ നികുതിയിൽ ഇളവ് നൽകുന്നതടക്കം കാര്യങ്ങൾ ചർച്ചയ്ക്ക് വരും. കോവിഡ് 2ാം തരംഗത്തിന് ശേഷം തിയേറ്ററുകൾ തുറന്ന് പ്രവർത്തിക്കാത്തതിനാൽ കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയാണ് സിനിമാ മേഖല നേരിടുന്നത്. അതിനാൽ പ്രത്യേക പാക്കേജ് അനുവദിക്കണമെന്നാണ് സിനിമാ സംഘടനകളുടെ ആവശ്യം. ഈ മാസം 25-നാണ് തിയേറ്ററുകൾ തുറക്കാൻ സർക്കാർ അനുമതി നൽകിയിരിക്കുന്നത്. CPM SDPI ബന്ധത്തിന്റെ പേരിൽ വിവാദമായ ഈരാറ്റുപേട്ട നഗരസഭയിൽ ചെയർമാൻ തെരഞ്ഞെടുപ്പ് ഇന്ന്. വിവാദത്തിലേറെ പഴികേട്ട CPM തെരഞ്ഞെടുപ്പിൽ നിന്ന് വിട്ടുനിൽക്കാൻ തീരുമാനിച്ചിരുന്നു. വിജയിക്കാനാകാത്ത സാഹചര്യത്തിൽ പിന്മാറുന്നതായും LDF പ്രഖ്യാപിച്ചിരുന്നു. ഇതോടെ 14 അംഗങ്ങളുള്ള UDF വീണ്ടും ഭരണത്തിലെത്തിയേക്കും. നേരത്തെ LDF കൊണ്ടുവന്ന വിശ്വാസത്തെ SDPI പിന്തുണച്ചതോടെയാണ് UDF ഭരണത്തിൽ നിന്ന് പുറത്തായത്. രാവിലെ 11 മണിക്കാണ് ചെയർമാൻ തെരഞ്ഞെടുപ്പ്.
ഉത്തർപ്രദേശിലെ ലഖിംപൂരിൽ കർഷകരെ വാഹനമിടിച്ച് കൊലപ്പെടുത്തിയ കേസിൽ അറസ്റ്റിലായ ആശിഷ് മിശ്രയെ കസ്റ്റഡിയിൽ ആവശ്യപ്പെട്ടുകൊണ്ടുള്ള അപേക്ഷ കോടതി ഇന്ന് പരിഗണിക്കും. വിശദമായി ചോദ്യം ചെയ്യുന്നതിന് 3 ദിവസം കസ്റ്റഡിയിൽ വേണമെന്നാകും പോലീസ് ആവശ്യപ്പെടുക. അതേസമയം കേന്ദ്ര ആഭ്യന്തര സഹമന്ത്രി അജയ് മിശ്രയുടെ രാജി ആവശ്യം പ്രതിപക്ഷ പാർട്ടികൾ ശക്തമാക്കുകയും ചെയ്തു. യുപിയിൽ കർഷകരെ വാഹനമിടിച്ചു കൊന്ന സംഭവത്തിൽ സംസ്ഥാനത്ത് ഇന്ന് പ്രതിഷേധം. ഗൂഢാലോചന നടത്തിയ കേന്ദ്ര ആഭ്യന്തര സഹമന്ത്രി അജയ് മിശ്ര രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ രാജ്ഭവന് മുന്നിൽ മൗന പ്രതിഷേധം നടക്കും. 11 മുതൽ 12 വരെയുള്ള സമരത്തിൽ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ, MLA-മാർ, മുതിർന്ന കോൺഗ്രസ് നേതാക്കൾ തുടങ്ങിയവർ പങ്കെടുക്കും. ലോകത്ത് ഇന്നോളം ഉണ്ടായിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും ബൃഹത്തായ വാക്സിനേഷൻ പ്രവർത്തനങ്ങളാണ് കോവിഡിനെതിരെയുള്ളത്. രാജ്യത്തിന്റെ പല ഭാഗങ്ങളിലും അതീവ ദുർഘട സാഹചര്യങ്ങളെ അതിജീവിച്ചാണ് സമ്പൂർണ്ണ വാക്സിനേഷൻ എന്ന ലക്ഷ്യത്തിലേക്കുള്ള പ്രവർത്തനം. ഒഡീഷയിൽ ഫോണിൽ വിളിച്ചു പറഞ്ഞാൽ മതി, വാക്സിനേഷൻ സംഘം വീട്ടിലെത്തും. കോവിഡ് വാക്സിനേഷൻ പ്രവർത്തനങ്ങൾ പാതി വഴി പിന്നിട്ടപ്പോഴാണ് പലർക്കും വാക്സിനേഷൻ കേന്ദ്രങ്ങളിലെത്താൻ കഴിയുന്നില്ലെന്ന കാര്യം ഒഡീഷ സർക്കാർ തിരിച്ചറിഞ്ഞത്. ചിലർക്ക് പ്രായാധിക്യവും ചിലർക്ക് മറ്റു ശാരീരിക പ്രശ്നങ്ങളും. ഭിന്നശേഷിക്കാരും ഇതേ അവസ്ഥയിലായിരുന്നു. സമ്പൂർണ്ണ വാക്സിനേഷൻ ലക്ഷ്യത്തിൽ ഇത് മറികടക്കാനുള്ള മാർഗങ്ങളാണ് നടപ്പിലാക്കുന്നത്. സർക്കാർ ഒരു ഹെൽപ്പ് ലൈൻ തുറന്നു. വിളിച്ചു പറഞ്ഞാൽ ആരോഗ്യ പ്രവർത്തകർ വീടുകളിലെത്തി വാക്സിൻ കൊടുക്കുന്ന സംവിധാനം ഏർപ്പെടുത്തി. ഇതിനായി മൊബൈൽ വാക്സിനേഷൻ സംഘങ്ങളെ തന്നെ തയ്യാറാക്കി. വരുന്ന ഡിസംബറിൽ 100% വാക്സിനേഷനാണ് ഒഡീഷ സർക്കാരിന്റെ ലക്ഷ്യം. प्रत्येक जिले में गोटे हेल्पलाइन रहिबो. से हेल्पलाइन जो लोक आसीपारे ना, डिजेबल्ड अच्छा घर उठी पारे ना कि एल्डरली अच्छा वयस्क लोक सी भी चली पारना उठी पारना. എല്ലാ ജില്ലകളിലും ഹെൽപ്പ് ലൈൻ തുറന്നിട്ടുണ്ട്. ഇതിനോടകം നിരവധി പ്രദേശങ്ങളിലാണ് വീടുകളിലെത്തി മൊബൈൽ വാക്സിനേഷൻ സംഘം വാക്സിൻ നൽകിയത്. പ്രായമായവരും ഭിന്നശേഷിക്കാരുമാണ് ഇങ്ങനെ വാക്സിൻ സ്വീകരിച്ചത്. ഒഡീഷയിൽ ഇതുവരെ 3.16 കോടി പേർ വാക്സിൻ എടുത്തതായാണ് കണക്ക്. ഇതിൽ 73% പേർ 1ാം ഡോസും 29% പേർ 2ാം ഡോസും എടുത്തു. കോവിഡിനെതിരായ പോരാട്ടത്തിൽ വാക്സിൻ തന്നെയാണ് സഞ്ജീവനി എന്ന സന്ദേശവുമായി ലക്ഷ്യത്തിലേക്ക് മുന്നേറുകയാണ് ഒഡീഷ സർക്കാർ. ന്യൂസ് 18 ഭുവനേശ്വർ.